സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ശുദ്ധീകരണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ ഇപ്പോൾ ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നൊരു പരിപാടി തുടങ്ങിയിരിക്കുന്നത്. അത് വലിയ തോതിൽ തന്നെ തുടങ്ങാനുള്ള കാര്യവും നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ശക്തമായി ഇപ്പോൾ തുടങ്ങാനുള്ള കാര്യം തുടർച്ചയായിട്ടുണ്ടായിരുന്ന കൊലപാതകങ്ങൾ, വീടുകളിൽ അമ്മമാരെയും സഹോദരങ്ങളെയൊക്കെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു അന്വേഷണത്തിലേക്കൊക്കെ കടന്നത്. നമ്മളിപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി വ്യാപനം, അതിൽ നടത്തുന്ന അന്വേഷണങ്ങൾ, അതിൽ നടത്തുന്ന പിടികൂടലുകൾ, അതാണല്ലോ നമ്മുടെ ഈ ചർച്ചയ്ക്ക് ആധാരമായ വിഷയം. അതിലെത്രത്തോളം കാര്യങ്ങൾ ആത്മാർത്ഥമായി നടക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു കണ്ണിൽ പൊടിയിടലാണ്. അതല്ലെങ്കിൽ ഞങ്ങളിതാ പ്രവർത്തിക്കുന്നു എന്ന് വെറുതെ ഒരു തോന്നലുണ്ടാക്കുന്ന വിധത്തിൽ കാട്ടിക്കൂട്ടലാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ സിനിമാ സംവിധായകരുടെ വീട് ദിവസങ്ങളോളം നോക്കി വെച്ച ശേഷം, അല്ലെങ്കിൽ അവിടെ നിന്ന് വിവരം കിട്ടിയ ശേഷം, അവരെ ശ്രദ്ധിച്ച ശേഷം അവിടെ പോയിട്ട് പിടികൂടിയതാണ് 1.632 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ്. ഇതിപ്പോൾ അവരെ നിരീക്ഷിക്കുകയായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയല്ല എന്ന് വാർത്തയും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ സംവിധായകരെ അവിടെ ചെന്ന് പിടികൂടുമ്പോൾ അവർ ലഹരി കഞ്ചാവും ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു സിനിമയിൽ ചെറിയ റോളുകളിൽ അഭിനയിക്കുന്നവരാണെന്നാണ് അവർ ആദ്യം നൽകിയ മൊഴി. അതിനുശേഷം ഈ പേരുകൾ ഗൂഗിളിൽ തിരഞ്ഞപ്പോഴാണ് ഇവർ ഗംഭീര സംവിധായകരാണെന്ന് പോലീസ് പോലും അറിഞ്ഞതെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. നിരീക്ഷിച്ച് കണ്ടെത്തി എന്ന രൂപത്തിലൊന്നുമില്ല. ആ വീട്ടിൽ ഇങ്ങനെ ആളുകൾ വന്നു പോകുന്നുണ്ട്. അവിടെ ഒരു കോമൺ കീ ആയിരുന്നു. അവിടെ ആളുകൾ വന്നു പോകുന്നുണ്ട്, ഇങ്ങനെ സിനിമാക്കാരാണ് എന്ന വിവരം കിട്ടിയിട്ടുണ്ടാവും. ആരാണ് എന്താണെന്നൊക്കെ പിന്നെ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. അപ്പോൾ ഈ രൂപത്തിൽ വേറെ ഞങ്ങളിത് വല്ലാതെ പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിൽ വാർത്ത പുറത്തേക്ക് വരികയാണ്. ഇനി ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അയാൾ ചികിത്സ അർഹിക്കുന്ന ഒരു രോഗിയാണ് എന്ന രൂപത്തിൽ നമ്മൾ അതിനെ കാണേണ്ടി വരും. കാരണം അയാൾ തന്നെ പറയുന്നു, ഈ ഹൈബ്രിഡ് കേസുമായി ഇപ്പോൾ ചോദ്യം ചെയ്യൽ പറഞ്ഞിട്ടുള്ള, ഞാൻ ഹൈബ്രിഡ് കഞ്ചാവ് യൂസ് ചെയ്യുന്നില്ല, ഞാൻ MDMA ആണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ആ സെറ്റിൽ വെച്ചിട്ട് വിൻസി കണ്ട കാര്യവും. അപ്പോൾ അതിന് ചികിത്സ, ഇപ്പോൾ ബാംഗ്ലൂർ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ചോദ്യം ചെയ്യലിന് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണ സംഘത്തിന് ഈ ചികിത്സയിലേക്ക് തന്നെ കൊണ്ടുവിടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് മൂവാറ്റുപുഴയിൽ, കാരണം ഇനിയും ചോദ്യം ചെയ്യലിന് ഇതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകും. അതുകൊണ്ട് മൂവാറ്റുപുഴയിലെ ഡി-അഡിക്ഷൻ സെൻ്ററിലേക്ക് വിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഇനി നമ്മളിപ്പോൾ കണ്ടെത്തിയതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വേടൻ എന്ന റാപ്പറയാണല്ലോ. അപ്പോൾ ആ വേടൻ എന്ന ഗായകൻ, അയാൾ വന്ന ബാക്ക്ഗ്രൗണ്ട്, അയാൾ കടന്നു വന്ന സാഹചര്യം, അതൊക്കെ തന്നെയും വലിയ രീതിയിൽ ഇപ്പോൾ ഈ പിടികൂടി എന്ന വാർത്തയ്ക്ക് ശേഷം വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം 6 ഗ്രാം കഞ്ചാവുമായിട്ട് 9 പേരെയാണ് ഒരു ഫ്ലാറ്റിൽ നിന്ന് പിടികൂടുന്നത്. ആ ഫ്ലാറ്റ് എന്ന് പറയുന്നത് വേടൻ്റെ ഫ്ലാറ്റല്ല. അവിടെ ഈ സംഗീത റിഹേഴ്സലിന് വേണ്ടി പോകുന്ന സുഹൃത്തിൻ്റെ ഫ്ലാറ്റാണ്. അവിടെ 9 പേരിൽ നിന്നും 6 ഗ്രാം എന്ന് പറയുന്നത്, 6 ഗ്രാം എന്ന് വെച്ചാൽ ഒരു ബീഡി തെറുക്കാനുള്ള അത്രയും ഇല്ല എന്നാണ് ഈ കഞ്ചാവിനെ പറ്റി അറിയുന്ന ആളുകൾ പറഞ്ഞത്. അപ്പോൾ അത്രയും കുറവാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കുക. വേടൻ്റെ കൂടെ ഉണ്ടായിരുന്ന 9 പേരുടെ പേര് ആർക്കും അറിയില്ലല്ലോ. വേടൻ എന്ന ഗായകനെ മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ആ ഗായകൻ ഈ സംഗീത പരിപാടികളിലൊക്കെ മുന്നോട്ട് വെച്ചതിന് ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരാണ് വലിയ തോതിൽ വേടൻ പിടികൂടിയതിനെ ആഘോഷിക്കുന്നത് എന്നൊരു വിമർശനം കൂടി വരുന്നുണ്ട്. കഞ്ചാവാണോ രാസലഹരിയാണോ എന്ന് ചോദ്യം വരുമ്പോൾ ഈ വേടൻ തന്നെ നേരത്തെ നൽകിയ സന്ദേശത്തിൽ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കരുത്, അത് ചെകുത്താനാണ് എന്ന് പറയുമ്പോൾ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് അയാൾ പറയുന്നത്. നിങ്ങളുടെ അപ്പനമ്മമാർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, അതിൽ നിന്നും നിങ്ങളെ അകറ്റണം എന്ന് പറയുന്നു, ഉപദേശിക്കാൻ പറയുന്നു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ രൂപത്തിൽ നിങ്ങളോട് പറയുകയാണ് എന്നൊരു ഉപദേശ രൂപേണ അയാൾ പറയുന്നത്. അപ്പോഴും അത് കഞ്ചാവല്ല, അത് സിന്തറ്റിക് ഡ്രഗാണ്. അതാണ് ഏറ്റവും അപകടകരം. അയാളുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ അയാൾ അത് ഉപയോഗിച്ച് കടന്നു പോയിട്ടുണ്ടാകാം, ഒരു പക്ഷേ അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എന്തായാലും അതാണത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ വേടൻ എന്ന ആളുടെ കയ്യിൽ നിന്നും 6 ഗ്രാം എന്നുള്ളത് വലിയ രൂപത്തിൽ ചർച്ചയാവുന്നു. പിന്നെ അതിപ്പോൾ എന്താ, പുലിയുടെ പല്ല് കണ്ടെത്തിയെന്നോ, പുലിയുടെ പല്ല്, ഒരു മാലയിൽ പുലിയുടെ പല്ല് കണ്ടെത്തി. അപ്പോൾ ഇനി ജാമ്യമില്ലാ കേസാണെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഏത് തരത്തിലുള്ള വഴിതിരിച്ചുവിടലാണ് എന്ന് എനിക്കറിയില്ല. അയാൾ തായ്ലൻഡിൽ നിന്ന് മേടിച്ചാന്ന് പറഞ്ഞു, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചാന്ന് പറഞ്ഞു. എന്തായാലും പുലിയെ വേട്ടയാടിയിട്ട് ഒരു പല്ലെടുത്തിട്ട് കൊണ്ടുവന്ന് കഴുത്തിലിട്ടതല്ലല്ലോ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത്രയേ അതിനെ കാണാനുള്ളൂ. ഇപ്പോൾ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്നും ആനക്കൊമ്പ് പിടിച്ചിട്ട് എന്തായി? അപ്പോൾ പുലിപ്പല്ല് തേടിയാണ് പോകുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അതൊരു വാർത്തയാക്കുക. ഞങ്ങളിതാ സിനിമാ മേഖലയിൽ വലിയ വേട്ട നടത്തുന്നു. ലഹരി വേട്ട എന്ന് ഇതിനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് ലഹരി വേട്ടയല്ല. ഇത് വാർത്തയാകാൻ വേണ്ടി എന്നും ഒരു പോലീസ് റിലീസ് തരുന്നുണ്ട്, ഇന്ന് ഇത്ര പിടികൂടി എന്നുള്ളത്. അത് വേണ്ടത് തന്നെയാണ്. പക്ഷേ സിനിമാ മേഖലയിലേക്ക് എത്തുമ്പോൾ ഒന്നൊരു ഇടർച്ചയുണ്ട് ചെറിയ തോതിൽ. ഇപ്പോൾ 2 ഗ്രാം കഞ്ചാവ് പിടിച്ചാലാണോ കേസ്?
ഇല്ല, അത് പല എത്ര കേസുണ്ട്. അല്ല ഗൗരവത്തിൽ കേസാവുന്ന 20 കിലോഗ്രാമിന് മുകളിൽ വേണം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി. 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെ മീഡിയം ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ അതിന് താഴെയല്ലേ പിടികൂടുള്ളൂ? അതിന് താഴെ പിടികൂടൂ. അതായത് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങാവുന്ന മാത്രമേ ഇപ്പൊ നമ്മുടെ മുന്നിൽ അത്രേ ഉള്ളൂ. സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങാവുന്ന കേസുകളെ ഇതുവരെ പിടികൂടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആത്മാർത്ഥതയിൽ സംശയമുണ്ട്. ഇതിങ്ങനെ കുറച്ച് ദിവസം ഉണ്ടാകും, ഇതിന്റെ തുടർച്ചയുണ്ടാകും. ഈ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ, ഇവരൊക്കെ പിടിയിലായിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്ന ചാറ്റാണ്. ഈ ഷൈൻ ടോം ചാക്കോയായിട്ടുള്ള ചാറ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നു. അപ്പുറത്ത് ശ്രീനാഥ് ഭാസിയായിട്ടുള്ള ചാറ്റ് കിട്ടിയെന്ന് പറയുന്നു. വെയിറ്റ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മറുപടി പറയും. ഇതൊക്കെ വലിയ വാർത്തയായിട്ട് അവർ തന്നെ തരുന്നതാണ്. അതിലപ്പുറത്തേക്ക് ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിൻ്റെ ഉറവിടം എവിടെയാണ്? ഇതിൽ പണം ഇറക്കുന്നവരാരാണ്? സിനിമാ മേഖലയിൽ ഇതിൻ്റെ ഇടനിലക്കാരാരാണ്? അവരിലേക്ക് പോകുന്നുണ്ടോ? ഈ ഉപയോഗിച്ച് മയങ്ങിക്കിടക്കുന്നവരെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള വേട്ട എന്ന് വ്യാഖ്യാനിക്കുന്നത് കണ്ണിൽ പുടയിലാണ്. ഒരു സംശയമില്ല. Meet the editors.